പുതിയൊരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? ഇതുവരെ ഉണ്ടായിരുന്ന പല പല മിസ്റ്റേക്കുകളെല്ലാം നമ്മൾ മറക്കൂലേ? അതെല്ലാം മറന്നിട്ട് ഇനി എല്ലാതും പോട്ടെ, ഇതുവരെയുള്ളതൊക്കെ മാഞ്ഞു പോട്ടെ എന്നൊക്കെ വിചാരിച്ച് നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ് ആവശ്യമല്ലേ? അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പല പല മിസ്റ്റേക്കുകൾ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ പണി പാളിയിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം. പക്ഷേ അതൊക്കെ മാറ്റിയെടുത്ത് അടിപൊളി ഒരു ന്യൂ സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കുട്ടി കുട്ടി കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല പല കുട്ടി കുട്ടി മിസ്റ്റേക്കുകൾ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അത് എത്രത്തോളം നമ്മുടെ ആ ഒരു പഠനത്തിനെ നമ്മൾ എത്രത്തോളം ബാധിച്ചു എന്നുള്ളതും ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അതിപ്പോൾ മിസ് നിങ്ങൾക്ക് ചൂണ്ടിയെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കിയിട്ട് ഇനി ആ മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ഇനിയുള്ള നമ്മുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവരാതെ നോക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നമ്മുടെ ഒരു പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്നുള്ളത് നോക്കി നോക്കാം. അതിൽ ഫസ്റ്റത്തെ കാര്യം, ഒന്നാമത് നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ സബ്ജക്റ്റിനെ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കില്ല. ഓക്കെ, എപ്പോഴായാലും നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് നെഗ്ലക്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ സബ്ജക്റ്റ്. നമ്മൾ സബ്ജക്റ്റ് മനസ്സിലാക്കാതെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അങ്ങോട്ട് വിഴുങ്ങി അങ്ങോട്ട് എടുക്കുകയാണ് നമ്മൾ ഓരോ ടോപ്പിക്കുകളും. നമുക്കതിനെ മനസ്സിലാക്കണമെന്ന് നമുക്ക് ഉള്ളിൽ ചിലപ്പോൾ ആഗ്രഹമൊക്കെ ഉണ്ടായേക്കാം. സ്റ്റാർട്ടിങ്ങിലൊക്കെ ചിലപ്പോൾ നമുക്ക് എല്ലാതും ഇനി മുതൽ ഞാൻ അടിപൊളിയായിട്ട് എല്ലാതും മനസ്സിലാക്കിയിട്ടേ പഠിക്കുള്ളൂ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ചിലപ്പോൾ നമുക്ക് അവസാന നിമിഷത്തിൽ ഇങ്ങനെ വേഗം ഓടിച്ച് പഠിക്കുന്നൊക്കെ സമയത്ത് നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും അതിനുള്ള നേരമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നിങ്ങൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പരീക്ഷയുടെ തലേ ദിവസം ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് എങ്ങനെയൊക്കെയോ പഠിച്ച കാര്യങ്ങളൊക്കെ കാണാപ്പാടെ ഇങ്ങനെ തലയിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നേരെ കൊണ്ടിട്ട് എക്സാം ഹാളിൽ പോയിട്ട് പഠിച്ചതൊക്കെ അങ്ങോട്ട് ഇറക്കി വെക്കാൻ നോക്കുമ്പോഴേക്കും എല്ലാം മറന്നിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടുണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ സബ്ജക്റ്റിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാത്തത്. അപ്പോൾ ഇനി നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും എന്ത് ചെയ്യണം, ഓരോ ടോപ്പിക്കുകളും നല്ലോണം മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി രണ്ടാമതൊരു പ്രശ്നം നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ സ്റ്റഡി റിസോഴ്സസ് നമുക്കുണ്ട്. ഇപ്പോൾ പഠിക്കാനായിട്ട് നമുക്ക് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല നമുക്കുള്ളത്, അതുകൂടാതെ നിങ്ങൾക്ക് ഒത്തിരി സ്റ്റഡി റിസോഴ്സസ് നിങ്ങളുടെ ചുറ്റിനുണ്ട്. പല പല ഗൈഡുകളുണ്ട്. പലപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനറിന് തന്നെ ഗൈഡുകളുണ്ട്. അതേപോലെ തന്നെ എക്സാമിനറിലെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് ഉണ്ട്, യൂട്യൂബിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബാച്ചിലർ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതിൽ നമ്മുടെ ടീച്ചേഴ്സ് തരുന്ന നോട്ട് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കാനുള്ള ആ ഒരു തലവേദനയൊക്കെ മാക്സിമം കുറഞ്ഞു കിട്ടും. നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് മാത്രം ചെയ്താൽ മതി, ക്ലാസ് കാണാം, ഓൺ ദ സ്പോട്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. അത്ര മാത്രം നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ബാക്കി എല്ലാം നമ്മുടെ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇപ്പോൾ യൂട്യൂബിലായാലും നമ്മുടെ ബാച്ചിലായാലും ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ക്ലാസ്സസൊക്കെ മാക്സിമം കാണാം. ഈ അവസാന നിമിഷത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാതും ഒരുമിച്ച് കാണാനായിട്ട് പറ്റിയെന്നൊന്നും വന്നിട്ടുണ്ടാവില്ല പലർക്കും. കാരണം ആദ്യമൊക്കെ ഇങ്ങനെ ജസ്റ്റ് പിന്നെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ എങ്ങനെയൊക്കെയോ ഒരു തട്ടിക്കൂട്ടി ജസ്റ്റ് ഒരു മാരത്തോൺ മാത്രമായിരിക്കും പലരും കണ്ടിട്ടുണ്ടാവുക. അതിൽ അങ്ങനെ കണ്ടിട്ടുള്ള കുറച്ച് പേരെ മിസ്സിന് അറിയാം. അപ്പോൾ അങ്ങനെ ലാസ്റ്റത്തേക്ക് ആ മാരത്തോൺ മാത്രം കാണാൻ നിൽക്കാതെ നിങ്ങളുടെ ചുറ്റിനുള്ള മാക്സിമം പഠിക്കാനുള്ള നമ്മുടെ റിസോഴ്സസ് പല പല വീഡിയോസായിട്ടും പല പല ഇങ്ങനത്തെ ക്ലാസ്സസും ഗൈഡുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരി റിസോഴ്സസ് കിട്ടാനുണ്ട്. അതെല്ലാം എന്ത് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം സ്റ്റാർട്ടിങ് മുതലേ തന്നെ. അപ്പോൾ അതിൽ ഒരു കോംപ്രമൈസും പാടില്ല. നിങ്ങൾ ആദ്യം മുതലേ ഇപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് അല്ലേ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു അധ്യയന വർഷം നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് അതിൽ ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുന്നത് മുതലേ തന്നെ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, മാക്സിമം നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ റിസോഴ്സസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പല പല എക്സ്പെരിമെൻറ്റ്സും എല്ലാതും കാണാം. ഇപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ മാക്സിമം നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തു തരും. പല പല ഇങ്ങനത്തെ നമ്മുടെ ഗൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ടുകൾ കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എല്ലാം അത് മാക്സിമം ചെയ്ത് നോക്കാം. ഫസ്റ്റ് അവസാന നിമിഷത്തിലേക്ക് ചിലപ്പോൾ നമുക്ക് അതിനുള്ള നേരമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് മിസ് ഇപ്പോൾ തന്നെ പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തേക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളാണ് പിന്നെ. ഓക്കെ, ലാസ്റ്റ് എൻ്റെ കുട്ടികൾക്ക് കൂളായിട്ട് നടക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ കഴിഞ്ഞ വട്ടം ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കും, പക്ഷേ അത് കാണാപ്പാട് അങ്ങ് പഠിക്കുകയായിരിക്കും ചെയ്യുക. നമുക്ക് അതിൻ്റെ ആ ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ ചെയ്യാനായിട്ട് നോക്കില്ല. ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഇതെന്താ ഇങ്ങനെ വന്നത്, അതെന്താ അങ്ങനെ ആയത്, അതിന് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് മൊത്തത്തിൽ നമുക്ക് അങ്ങോട്ട് ക്ലിയർ ആവില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലാരിഫിക്കേഷൻ ചെയ്യാനായിട്ട് നമ്മൾ അതിൽ മുതിരില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരും. അപ്പോൾ അങ്ങനെ കോൺസെപ്റ്റ് ക്ലിയർ ആവാതെ വരുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് ആ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാതെ വരും. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ആ ഒരു നേരത്തെ കിട്ടും. പിന്നെ ഒരു
ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീണ്ടും ആദ്യം മുതൽ പഠിക്കാനിരിക്കണം. അപ്പോൾ അത് ഭയങ്കര കഷ്ടപ്പാടല്ലേ. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് പഠിക്കുക അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് നല്ലോണം മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. പിന്നെ സിമ്പിളായില്ലേ. എൻ്റെ കുട്ടികൾക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും പിന്നെ ഏത് കാലത്തായി കഴിഞ്ഞാലും അതൊക്കെ ഓർമ്മയുണ്ടാവും. കാരണം നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം. നിങ്ങൾക്ക് ലൈവായിട്ട് ഡൗട്ട് ക്ലിയറൻസ് ലൈവുകളൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ ബാച്ചിൽ തന്നെ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അത്രത്തോളം നമുക്ക് ഡൗട്ടുകൾ ക്ലിയർ ആയിട്ടുള്ള സമയം ഉണ്ടാവില്ല നമ്മുടെ ടീച്ചേഴ്സിന്. പക്ഷെ പേടിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി മാത്രമായിട്ടൊരു സെഷൻസ് ഒക്കെ വെക്കും. അപ്പോൾ അതിലൊക്കെ നിങ്ങളുടെ എത്ര വേണമെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം. കംപ്ലീറ്റ് ഡൗട്ടുകൾ ക്ലിയർ ആക്കി തന്നിട്ടേ നമ്മുടെ ടീച്ചേഴ്സ് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ ഡൗട്ടുകളും എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആക്കണം. അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും മിസ്സാക്കരുത്. മാക്സിമം നന്നായിട്ട് തന്നെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാതെ പോരുത്. ഇതിനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നത് ഈ സ്റ്റാർട്ടിങ്ങിലുള്ള സമയമാണ്. അതുകൊണ്ടാണ് മിസ് ഇതൊക്കെ പറഞ്ഞത്. ആദ്യം മുതലേ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ പതിയെ കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയിട്ട് പോകുന്നു. പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നു. സിമ്പിളല്ലേ പിന്നെ ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ചെയ്താൽ മതിയോ കേട്ടോ. പിന്നെ അടുത്ത് നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസൈൻമെൻറ്റ്സും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രോക്രാസ്റ്റിനേഷൻ നടത്തും. അതായത് എന്താണ് ഈ സംഭവം? അതായത് നാളെ നീളെ ഇത്രേ ഉള്ളൂ. അതായത് നമുക്ക് എന്തെങ്കിലും ഹോംവർക്കുകൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ തരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും, നാളെ ആവട്ടെ അല്ലേ, ഇപ്പോൾ ഒരു മൂഡില്ല, നാളെ ആവട്ടെ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് അന്നത്തെ ദിവസത്തെ എടുത്ത കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുന്നതാണ് നല്ലതെന്ന് നമുക്കറിയാം. അത് നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആരുണ്ടാവും, നമ്മുടെ മനസ്സിങ്ങനെ പറയില്ലേ നാളെ പോരെ അല്ലേ. ഇനിയിപ്പോൾ നാളെ ലീവാണെന്നുണ്ടെങ്കിൽ നാളെ ലീവാണ് എന്നാൽ പിന്നെ നാളെ പഠിച്ചാൽ മതി. ഇപ്പോൾ സൺഡേ ലീവാണെന്നുണ്ടെങ്കിൽ സൺഡേ രാത്രി നമ്മൾ പഠിക്കും എന്നൊക്കെ വിചാരിക്കും. എന്നിട്ട് എന്താ, നമ്മൾ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് പിന്നെ പഠിക്കാനൊരു മൂഡ് ഉണ്ടാവില്ല. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യമല്ലേ. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ വർഷം സംഭവിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇതൊന്ന് പോസ് ചെയ്യുക. വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. അവസേ ഇതൊക്കെ എനിക്ക് കഴിഞ്ഞ വർഷത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, വേഗം തന്നെ പോയിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കാരണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പലരും വിചാരിക്കും ചേട്ടാ ഇതൊക്കെ എനിക്ക് മാത്രമുള്ള പരിപാടിയാണല്ലോ, ഞാൻ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെയുള്ളൊരു വിചാരം ഉണ്ടായിരിക്കും. പക്ഷേ ഇത് മക്കൾ നിങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ പഠിക്കുന്ന മക്കളിൽ മെജോറിറ്റി സ്റ്റുഡൻസിന് സംഭവിക്കുന്ന മിസ്റ്റേക്കുകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ നാളെ സൺഡേ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നാളെ പഠിക്കുമല്ലോ, സമയമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നാളെ പഠിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളിങ്ങനെ നാളെ നീളെ എന്ന് വെച്ച് എന്തായിരിക്കും, അവസാനം ആകുമ്പോഴേക്കും എക്സാം ആകുമ്പോഴാണ് നമുക്കിതൊക്കെ പഠിച്ചെടുക്കണ്ടേ എന്നുള്ളൊരു തോന്നൽ വരിക. പിന്നെയല്ല നമുക്ക് കുറേ പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ ഇങ്ങനെ ബൾക്കായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു മൂടേ ഉണ്ടാവില്ല പഠിക്കാനായിട്ട്. അന്നെന്നുള്ളത് വേഗം നമ്മൾ പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠനത്തോടും ഒരു ഇഷ്ടം തോന്നി തുടങ്ങും. അപ്പോൾ കുറേ നേരം ഇരുന്ന് പഠിക്കുന്നു വേണ്ട. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ഞാൻ കുറേ നേരം ഇരുന്ന് പഠിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടേക്ക് മാർക്ക് കിട്ടുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്ന മക്കളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ എത്ര നേരം ഇരുന്നു എന്നുള്ളതിലല്ല കാര്യം, നമ്മളിപ്പോൾ കുറച്ച് നേരമാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ ജസ്റ്റ് നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു 1 hour അറ്റ്ലീസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു 2 hour ഒക്കെ നമ്മുടെ വലിയ ക്ലാസ്സിലെ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 hour ഒക്കെ പഠിക്കണം ഓരോ ദിവസം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 hour ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ലത്. ഇനി അഥവാ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 hour എന്തായാലും മാറ്റി വെക്കണം. ഓക്കെ, ആ ഒരു നിമിഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് നല്ല കോൺസെൻട്രേഷനോട് കൂടെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നാളെ നീളെ എന്നുള്ള പരിപാടിയോട് നമ്മൾ ടാറ്റ ബൈ ബൈ പറയുന്നു. ഇനി നെക്സ്റ്റ് ഇയർ മുതൽ നമ്മൾ അടിച്ചു പൊളിച്ച് പഠിക്കലാണ് കേട്ടോ. ഓക്കെ, നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ നമ്മൾ ചെയ്യില്ല. പിന്നെ അതേപോലെ തന്നെ ഈ നോട്ട് എഴുതിയെടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് പലർക്കും ഒരു ധാരണയില്ല. വെറുതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല മക്കളെ. നമ്മൾ സ്വന്തമായിട്ട് നോട്ട്, ഇപ്പം നമ്മുടെ ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് തരും നോട്ടുകളൊക്കെ, അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്നുള്ള കാര്യമൊക്കെ മിസ്സുമാർക്ക് അറിയാം. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങളുടെ എക്സാംസിന് ഏറ്റവും അധികം യൂസ്ഫുൾ ആവാൻ പോകുന്നത് ആ ഒരു ഷോർട്ട് നോട്ടുകളായിരിക്കും. അപ്പം നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ പോയിന്റ് എല്ലാം വലിച്ചു കയറി എഴുതണ്ട. ചെറിയ കുട്ടി പോയിന്റുകൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് നേരെ ഇപ്പോൾ ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ചെറിയ പോയിന്റുകളായിട്ട് നിങ്ങൾ സൈഡിലായിട്ട് എഴുതി വയ്ക്കാം. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയുടെ തലേ ദിവസം ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പരീക്ഷയുടെ അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഷോർട്ട് നോട്ടുകളൊക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് വേഗം നമുക്കിപ്പോൾ എന്തെങ്കിലും റിവിഷനൊക്കെ നടത്താമെന്നുണ്ടെങ്കിൽ അതൊക്കെ വേഗം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇനി മുതൽ അത് ചെയ്തു തുടങ്ങണം.
അപ്പോൾ ഒരു തരത്തിൽ നിങ്ങൾ ഈ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല കേട്ടോ. അത് അല്ലെങ്കിൽ അത് കുഴപ്പമില്ല, അങ്ങനെ ചെയ്താലും മതിയാവും എന്നൊക്കെ രീതിക്ക് കോംപ്രമൈസ് ചെയ്യരുത്. അടിപൊളിയായിട്ട് ചെയ്യണം, നല്ല ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് മിസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ മിസ് അത്രയും ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നല്ല മക്കളായിട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ എപ്പോഴും നമ്മുടെ മെജോറിറ്റി സ്റ്റുഡൻസിനും പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ് പഠിക്കും. എല്ലാവരും പഠിക്കും, പക്ഷെ എന്താണ്, റിവിഷൻ ചെയ്യാനായിട്ട് തോന്നില്ല അല്ലേ. പക്ഷേ ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷെ ഒരു വട്ടം പഠിച്ചാൽ പോരെ, അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു വട്ടം പഠിച്ചാൽ പോരാ, നമ്മൾ വീണ്ടും മറക്കൂലേ. അപ്പോൾ വീണ്ടും നമ്മൾ ഇരട്ടി കഷ്ടപ്പാടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യാം, എപ്പോഴും വീക്ക്ലി റിവൈസ് ചെയ്യാം. നമ്മൾ ആ ഒരു ആഴ്ചയിൽ എന്തൊക്കെയാണോ പഠിച്ചത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, വീക്ക്ലി റിവൈസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടിപൊളിയായിട്ട് റിവിഷൻ നമ്മൾ എത്രത്തോളം റിവിഷൻ നടത്തുന്നു അത്രത്തോളം നമ്മുടെ മൈൻഡിൽ അതിങ്ങനെ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നീട് മറക്കില്ല. പരീക്ഷയുടെ തലേദിവസമൊക്കെ എൻ്റെ കുട്ടികൾ കൂളായിട്ട് എക്സാം എഴുതാൻ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇതൊക്കെ സ്റ്റാർട്ടിങ് മുതലേ തന്നെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് നടക്കുന്നൊന്നും ചിലപ്പോൾ പെട്ടെന്ന് ഈ ഒരു ശീലം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം മുതലേ തന്നെ ഈ ഒരു ശീലം കറക്റ്റായിട്ട് തന്നെ നടത്തിക്കൊണ്ട് വരാനായിട്ട് നോക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇപ്പോൾ ഈ മിസ് പറഞ്ഞു തന്നിട്ടുള്ള ഈ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടിപൊളി മാർക്കായിരിക്കും മക്കളെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ മിസ്സിന് അത്രയും വിശ്വാസമുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെങ്കിലും ചെയ്യും മിസ്സേ. ഞാൻ എന്തായാലും ഈ മിസ്റ്റേക്സുകളൊന്ന് ഒഴിവാക്കാൻ നോക്കും. അല്ലെങ്കിൽ ഈ മിസ്റ്റേക്സുകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ മിസ്റ്റേക്കുകൾ ഞങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കും മിസ്സേ എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രൈ ചെയ്യുമെന്നുള്ളത് മിസ്സിലൊന്ന് കേട്ടാൽ മതി. അപ്പോൾ മിസ് ഇത്രയും എഫേർട്ട് എടുത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ അത്രയും ചെയ്യും എന്നുള്ള ആ ഒരു തോന്നലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുമെന്നാണെങ്കിൽ മിസ്സിന് അത്രയും ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടൊരു സപ്പോർട്ട് വേണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിന് തന്നെ ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിൽ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, വേറെ ഒരു പരിപാടി നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഇവിടെ തന്നെ സ്റ്റുഡൻറ്റ് റിലേഷൻസ് ഉണ്ട്, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, റെഡി? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവരും ഇത് ചെയ്യാൻ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഈ മിസ്റ്റേക്കുകളൊന്നും തന്നെ ഇനി വരുത്താൻ പാടില്ല. അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക.